ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ കറി തയ്യാറാക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനോ ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2.5 കിലോ ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും ഗോതമ്പ് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിട്ടാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു 4 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അത് ഞാൻ ചേർക്കാൻ നേരം കാണിക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് സവാളയൊക്കെ വഴറ്റാനായിട്ട് ആവശ്യമുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാള പകുതി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. സവാളയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലേ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റൊക്കെ എടുത്തൊന്ന് സാവധാനം വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിക്ക് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ കറിയിൽ ഞാൻ തക്കാളിക്ക ചേർക്കുന്നില്ല. പകരം എന്താണ് ചേർക്കുന്നതെന്ന് ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പറയാവേ. സവാളയുടെ നിറമൊക്കെ നല്ലപോലെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവുള്ള മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളക് പൊടിയുടെയും കൂടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം.
മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയ ഗരം മസാലയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മസാലയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ചേർത്ത ആ മസാലയുടെ പച്ചമണവും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയെല്ലാം ഈ ചിക്കൻ കഷ്ണങ്ങളിലൊന്ന് പിടിപ്പിച്ചെടുക്കാം. മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കൻ്റെ നനവും ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമെല്ലാം തന്നെ അങ്ങോട്ട് ഇറങ്ങും. ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, അടച്ചു വയ്ക്കും. ചിക്കൻ കഷ്ണങ്ങളൊന്ന് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളം മൊത്തം ഇങ്ങനെ പുറത്തേക്ക് പോരും. ഒന്ന് ഇളക്കി ഒന്ന് മറുവശം ഒന്ന് തിരിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വയ്ക്കണം. ഞാനിത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കട്ടെ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും ആ വെള്ളവും ഒപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് നോക്കി, ഉപ്പ് ഇച്ചിരി കൂടെ വേണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ 3/4 വേവായിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഈ കറിയിലേക്ക് തക്കാളിക്ക ചേർത്തിട്ടില്ല. പകരം ഞാനിതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷായ തൈര് തന്നെ വേണം എടുക്കാൻ. പുളി അധികമായാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. അതൊന്ന് 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് പാകത്തിന് കുറുക്കി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ചാറാണ്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. കറിയുടെ എണ്ണയൊക്കെ ആ സൈഡിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ആ ടേസ്റ്റ് അത്രയും കൂടിയിരിക്കും. ചൂടാറി കഴിയുമ്പോൾ ഗ്രേവി കുറച്ചുകൂടെ തിക്കാവും. ഇനി ഇത് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകരുത്. പതിയെ ഇളക്കാം. ഈ കറി ചോറിനും ചപ്പാത്തിക്കോ അപ്പത്തിനോ ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ കപ്പപ്പുഴുക്കിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും അതെ, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണിത്. ആ സ്മെല്ലിലും ഉണ്ട് ആ വ്യത്യാസം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു 15 മിനിറ്റെങ്കിലും കറി ഒന്ന് ചൂടാറാൻ വയ്ക്കണം. എന്നിട്ട് കറി ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.